വിഷ്ണു, നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ പ്രസിഡന്റായിരുന്ന നമ്മുടെ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് SIT. വളരെ നാളുകൾക്ക് ശേഷം സ്ലോ പ്രോസസ്സിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനൊടുവിലാണ് ഇതുപോലെ പ്രശാന്ത് അറസ്റ്റിലായിരിക്കുന്നത്. ഇത് ഈ ഒരു നടപടിയും അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു രാഷ്ട്രീയത്തിൽ ഉണ്ടായേക്കാവുന്ന പൊട്ടിത്തെറിയും എന്തൊക്കെയായിരിക്കും? ഇനി ഗസ് എന്തെങ്കിലും ഉണ്ടോ? ഈ ഇടയ്ക്ക് ഒരു പത്രം, മാതൃഭൂമിയുടെ ഒരു പത്രം വായിച്ചായിരുന്നു. അപ്പോൾ മാതൃഭൂമിയുടെ ഫ്രണ്ട് ലീഡ് എന്ന് പറയുന്നത് തന്ത്രിയും പ്രശാന്തും പ്രതിയാണപ്പ എന്നായിരുന്നു. അത് ഭയങ്കര ക്രിയേറ്റീവായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രശാന്തിൻ്റെ ഒരു പോസ്റ്റും കൂടെ വന്നിട്ടുണ്ട് ഫേസ്ബുക്കിൽ. എന്നെ മിക്കവാറും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, കൃത്യമായ കാര്യങ്ങളെ അവിടെ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പ്രതിയാണോ അല്ലയോ എന്നുള്ളത് കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ 2023 നവംബറിലാണ് അദ്ദേഹം അധികാരത്തിലേറുന്നത്. ഈ അധികാരത്തിലേറിയതിന് ശേഷം പല ക്രമക്കേടുകളും നടത്തിയെന്നുള്ളതാണ് കോടതി പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഈ ദ്വാരപാലക ശില്പം, ഭഗവാന്റെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് അവിടെ അതിൻ്റെ കാൽപാദത്തിലെ ആ ചെമ്പ് ഇളകി പോകുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു സംഭവത്തെ തുടർന്ന് അദ്ദേഹം അധികാരത്തിൽ കയറിയ സമയമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ ചെമ്പിളകി അവിടെ അടിച്ചു വാരാൻ വരുന്ന ആളുകളുടെ കൈയും കാലും ഒക്കെ മുറിയുന്നു. അതായിരുന്നു പ്രധാന പ്രശ്നം എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഭഗവാന്റെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ സ്വർണ്ണപ്പാളി, പാദത്തിലെ സ്വർണ്ണപ്പാളി ഇളകി താഴത്ത് വീഴുന്നുണ്ട്, അല്ലെങ്കിൽ പാളി പ്രധാനമായി ഇളകി താഴത്ത് വീഴുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവിടെ അടിച്ചു വരാൻ വരുന്ന, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അടിച്ചു വരാൻ വരുന്ന ആളുകളുടെ കൈയും കാലും ഒക്കെ മുറിയുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് അവർ ഓഫീസറുമായി സംസാരിച്ച് ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, അതിൻ്റെ പരിക്കുകൾ അതിനെ പുനർനിർമ്മിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ കേടുപാടുകൾ മാറ്റാൻ വേണ്ടി ചെന്നൈയിലേക്ക് അയക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പ്രതിയാവണം. അപ്പോൾ അതിന് മുമ്പുള്ള പത്മകുമാറിൻ്റെ ദേവസ്വം ബോർഡ് ആണ് പ്രധാനമായിട്ടും കുറ്റക്കാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഞങ്ങളുടെ ബോർഡ് ഇതുവരെ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, സത്യം ആര് തെളിയിക്കും അയ്യപ്പ എന്നുള്ളതാണ് പറയുന്നത്. അതായത് 2019 ഇതുപോലെ ഒരു തവണ ഈ ഒരു സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിൽ ഈ 2023 ഈ അധികാരത്തിലേറിയ പ്രശാന്തിനെ ബലിയാടാക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു കേസിൽ തന്നെയും ബലിയാടാക്കുന്നു എന്ന രീതിയിലുള്ള ഫേസ്ബുക്കായിരുന്നു വന്നിരുന്നത്. പക്ഷേ 2025 ഇതുപോലെ സമാനമായി ചെന്നൈയിൽ ഇലക്ട്രോപ്ലേറ്റിങ്ങിന് ഈ ഒരു ശില്പങ്ങൾ അല്ലെങ്കിൽ ദ്വാരപാളികൾ കൊണ്ടുപോയത് ഈ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവോ അല്ലെങ്കിൽ ഒരു പേപ്പറോ ഇല്ലാത്തതിൻ്റെ, ഒരു പേപ്പറിൻ്റെ ബലം പോലും ഇല്ലാതെയാണ് ഇതുപോലെ കൊണ്ടുപോയി ഇലക്ട്രോപ്ലേറ്റിനും കാര്യങ്ങളുമായി കൊണ്ടുപോയത്. അപ്പോൾ അതിൽ ഒരു ക്രമവിരുദ്ധത നടന്നിട്ടുണ്ട്. ഇതാണ് SITയെ ഈ ഒരു അറസ്റ്റിലേക്ക് കൂടുതൽ നയിച്ചത്. ഇതിനു മുമ്പ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴെല്ലാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അന്വേഷണ സംഘത്തിനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളിലൊന്നും SIT ഒരു സാറ്റിസ്ഫൈഡ് അല്ല പ്രശാന്തിന്റെ ഒരു വെളിപ്പെടുത്തലും. അപ്പോൾ സംശയത്തെ എന്നും അല്ലെങ്കിൽ ഈ ഒരു കേസിന്റെ വിവാദം തുടങ്ങിയ സാഹചര്യം മുതൽ ഈ പ്രശാന്ത് എന്ന ഈ ഒരു മുൻ പ്രസിഡന്റ് ഈ ഒരു സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. മറ്റൊരു കോയിൻസിഡൻസ് കൂടി ഒന്ന് നോക്കണേ. അതായത് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഈ 3 പ്രസിഡന്റുമാർ മാറി വന്നിട്ടുണ്ട്. അതായത് N. വാസു, പത്മകുമാർ, കൂടാതെ പ്രശാന്ത് കുമാർ. ഇപ്പൊ 3 പേരും ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളാണ്. അപ്പോൾ അതാണ് ഈ കഴിഞ്ഞ ഒരു സർക്കാരിന്റെ ഏറ്റവും വലിയ വീഴ്ച, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു സർക്കാരിനെ ബാധിക്കപ്പെട്ട, അല്ലെങ്കിൽ സർക്കാരിന് കിട്ടിയ ഒരു അടി ഈ ഒരു സ്വർണ്ണക്കൊള്ളയാണെന്ന് നമുക്ക് തികച്ചും പറയാം. പരാജയത്തിന് തന്നെ കാരണം അതായിരിക്കും പ്രധാനമായിട്ടും. സ്വർണം കെട്ടവൻ ആരപ്പ എന്നാ പറഞ്ഞത്. ആ പാട്ട് തന്നെ വളരെ ട്രെൻഡായിരുന്നു. കൂടാതെ ഇത് നമ്മുടെ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് രാവിലെ വന്നെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതിന് പിന്നാലെ പ്രശാന്തിനെ നൈസായിട്ട് അങ്ങോട്ട് ഊരി CPM നേതാക്കൾ രംഗത്തെത്തി. അതായത് കഴിഞ്ഞ മന്ത്രിസഭയിലെ ദേവസ്വം മന്ത്രിയായ VN വാസവും ഈ ഒരു പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പ്രതികരിച്ചു. കൂടാതെ CPMന്റെ മുതിർന്ന നേതാവായ EP ജയരാജൻ പ്രതികരിച്ചു. അതായത് ഇതിലൊന്നും രാഷ്ട്രീയ നീക്കമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായുള്ള വേട്ടയാടലോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് SITയുടെ ആ ഒരു അന്വേഷണം എല്ലാം കറക്റ്റ് നല്ല റൂട്ടിൽ തന്നെയാണ്. ഇതിൽ മറ്റു വൈരാഗ്യ ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് ഈ ഒരു മുൻ മന്ത്രിയും അല്ലെങ്കിൽ മുതിർന്ന CPM നേതാവും കൂടി വന്ന് രംഗത്തെത്തിയോടെ ഈ CPM എന്നുള്ള പാർട്ടി പ്രശാന്ത് കുമാറിനെ ഇതുപോലെ
നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയെന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഉള്ള ആ ഒരു കഴിയാവുന്നത്ര എന്തോരം കുറ്റം ഇദ്ദേഹത്തിൻ്റെ തലയിൽ വെക്കാമോ അത്ര രീതിയിൽ ആ ഒരു കുറ്റമെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വെച്ച് CPM പതുക്കെ അങ്ങോട്ട് കൈ കഴുകിയെന്ന് വേണം പറയാൻ. ഇപ്പോൾ കഴിഞ്ഞ പ്രസിഡൻ്റായിരുന്ന പത്മകുമാറിൻ്റെ കാര്യത്തിൽ ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇതിന് ശേഷം പുറത്തിറങ്ങിയ ശേഷം ഈ സ്വർണ്ണക്കൊള്ള കേസിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി താൻ ഒരു ബുക്ക് എഴുതുമെന്നൊരു വെളിപ്പെടുത്തൽ നമ്മുടെ പത്മകുമാർ നടത്തിയിരുന്നു. അതിനെ തുടർന്ന് CPM പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റിയും CPMന്റെ ജില്ലാ കമ്മിറ്റിയും പത്മകുമാറും തമ്മിൽ വളരെ ഒരു എന്താ പറയുക ഒരു സംഘടനം എന്ന രീതിയിലൊക്കെ വന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വമാണ് ജില്ലാ കമ്മിറ്റിയെ പതുക്കെ മെരുക്കി അവനെ ഉടക്കിയാൽ അല്ലെങ്കിൽ അവനുമായിട്ട് കോർത്താൽ നമുക്ക് ശരിയല്ല, അല്ലെങ്കിൽ നമ്മുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ പ്രസ്റ്റീജ് തകരും, അതുകൊണ്ടൊരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയ നടപടിയായ സസ്പെൻഷൻ എന്ന രീതിയിൽ ഇതുപോലെ പത്മകുമാറിന് സസ്പെൻഷൻ അടിച്ചു കൊടുക്കുകയാണ്. ഏറ്റവും വലിയ പാർട്ടി നടപടിയാണ്. അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെങ്കിൽ പറയാം. അതായത് CPM എന്നുള്ള ഒരു പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ കിട്ടിയാൽ പിന്നെ അവന് വേറെ ഭാവിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇതുപോലെ സസ്പെൻഷൻ കൊടുത്തത്. സ്വർണ്ണക്കൊള്ള കേസിൽ ഈ ഒരു വെളിപ്പെടുത്തലെല്ലാം സർക്കാരിന് അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ CPMനെതിരെ പറയുമെന്ന് പറഞ്ഞതിന് പത്മകുമാറിന് കൊടുത്ത ആ ഒരു ശിക്ഷ ശരിക്കും പറഞ്ഞാൽ അത് ഏറെക്കുറെ ഒരു കോംപ്രമൈസ് ആയിരുന്നു. ഈ പാർട്ടി ഏറെക്കുറെ പുറത്താക്കും എന്നുള്ള ഒരു നിലയിലായിരുന്നു ഈ ഒരു സസ്പെൻഷൻ കൊണ്ടുള്ള ഒരു ചെറിയ ഇരുട്ടുകൊണ്ടുള്ള ഓട്ടയടയ്ക്കൽ എന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. അപ്പോൾ ഇനി ഈ പ്രശാന്ത് എന്തെല്ലാം വെളിപ്പെടുത്തലുകൾ നടത്തും, ആ വെളിപ്പെടുത്തലുകളിൽ CPM എങ്ങനെയെല്ലാം പെടും എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഉറപ്പായിട്ടും അതിപ്പോൾ പ്രശാന്ത് പ്രതിയാണപ്പ എന്നായി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അയ്യപ്പനെ തൊട്ടവർക്കല്ല ഏതാണ്ട് പൊള്ളി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പൊള്ളലിങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. അത് വല്ലാത്തൊരടി തന്നെയാണ് ഇവർക്ക് വരുന്നത്. ഇപ്പോൾ അവരുടെ ഭരണം പോയെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും അവർ വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇത് ഇവരെയും കൊണ്ടേ പോവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ പ്രശാന്തിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഇന്നത്തെ പോസ്റ്റ് അദ്ദേഹം വളരെ ഇതായിട്ടാണ് ഓരോ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞുകൊണ്ട് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന ഒരു തരത്തിലേക്ക് പോസ്റ്റിനെ അത്രയും വിശദമായിട്ട് എഴുതിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. P. പത്മകുമാറിൻ്റെ കാലത്തായിരുന്നു തെറ്റുകളെല്ലാം ചെയ്തിരുന്നത്, ഞങ്ങളല്ല ചെയ്തത്, ഞങ്ങളുടെ ബോർഡ് അതുമായി ബന്ധപ്പെട്ട ഒരു തെറ്റും അവിടെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു വയ്ക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇനി വരുന്ന അന്വേഷണം അല്ലെങ്കിൽ ഈ SIT ഇവിടെ SITയുമായി അന്വേഷിക്കാതെ അല്ലെങ്കിൽ SITയുടെ അല്ലെങ്കിൽ അവിടെ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുവാദമില്ലാതെ കൊണ്ടുപോയി എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ അതാണ് ഇവിടെ കേസായിട്ട് പ്രധാനമായും വന്നിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഇനി പ്രശാന്തിൻ്റെ ഒരു ഭാവി ഇനി എങ്ങനെയായിരിക്കും? ജയിലിൽ തന്നെ ആവാനാണ് സാധ്യത. അതുമാത്രമല്ല പ്രശാന്തിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല. അതുമാത്രമല്ല എനിക്ക് മറ്റൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മുടെ ആലപ്പുഴയിൽ നടന്ന ആ യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച കേസിൽ ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് കയ്യിൽ കിട്ടാൻ വേണ്ടി ഒരാൾ കാത്തിരിക്കുന്നത് പോലെ മറ്റൊരാൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അതായത് ആ ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഇതിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായും കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് നമ്മുടെ ആരോഗ്യ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. അദ്ദേഹം ഈ ഒരു റിപ്പോർട്ട് എന്ന് കയ്യിൽ കിട്ടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിരിക്കണം. അദ്ദേഹം ഇന്നുകൂടി ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് അന്വേഷണം വളരെ സ്ലോ പ്രോസസ്സിംഗ് ആണ്, ഇതിൽ സർക്കാരിന് അതൃപ്തിയുണ്ട്, വളരെ സ്പീഡിൽ ഈ പ്രൊസീജിയർ നീക്കണം, ഈ കുറ്റവാളികൾ ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ ഉടനെ കിട്ടണം എന്ന രീതിയിൽ ഷഡിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കട്ട വെയിറ്റിങ്ങിലാണ് കെ മുരളീധരൻ. കാരണം അദ്ദേഹം അധികാരത്തിലേറിയ സമയത്ത് തന്നെ ഈ മന്ത്രിയായ അധികാരമേറ്റ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസിനെ കുറിച്ച് ഈ അയ്യപ്പൻ്റെ സ്വത്ത് കൈയിട്ട് വാരി അല്ലെങ്കിൽ ഈ സ്വർണം അടിച്ചു മാറ്റാൻ ശ്രമിച്ച ഒരാളെയും വെറുതെ വിടില്ല എന്ന രീതിയിലുള്ള ഒരു ശപഥം എടുത്തിരുന്ന ഒരു മന്ത്രിയാണ്. അപ്പോൾ ഇനി കെ മുരളീധരൻ്റെ അടുത്ത നീക്കങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം സർപ്രൈസുകളാണ് അദ്ദേഹത്തിൻ്റെ വക വരും ദിവസങ്ങളിൽ വരുന്നതെന്ന് നമുക്ക് കാണാം. ഉറപ്പായിട്ടും.